വഅബ്ദുൽ ഖാദിരിൽ മശ്ഹൂർ ഇസ്മി വജദി മുഹമ്മദുൻ ഐനുൽ കമാലി. പ്രശസ്തനായ അബ്ദുൽ ഖാദിർ എന്ന പ്രശസ്തമായ പേരുള്ള ആളാണ് ഞാൻ. വഅബ്ദുൽ ഖാദിരിൽ മശ്ഹൂർ ഇസ്മി, ലോകത്തെല്ലാവരും അറിയുന്ന അബ്ദുൽ ഖാദിർ തന്നെയാണ്. പക്ഷേ എന്റെ വലിപ്പത്തരം എന്നാൽ എന്റെ വലിപ്പത്തരല്ല. വജദ്ദി മുഹമ്മദുൻ, എന്റെ വലിപ്പത്തരല്ല. പിന്നെ ആരുടെ വലിപ്പത്തരാണ്? എന്റെ വലിപ്പാന്റെ വലിപ്പത്തരം. മനസ്സിലായില്ലേ? എന്റെ വലിപ്പത്തരമല്ല, എന്റെ വലിപ്പത്തരല്ല. പിന്നെ ആരുടെ വലിപ്പത്തരാണ്? എന്റെ വലിപ്പാന്റെ. ഏതാണ്ട് വലിപ്പ? ഐനുൽ കമാലി, ഐനുൽ കമാലി, പൂർണ്ണതയുടെ ഐനാണ്, പൂർണ്ണതയുടെ ശരീരമാണ്, പൂർണ്ണതയുടെ നഫ്സാണ്. ആര്? പൂർണ്ണത എന്ന പൂർണ്ണതയാണ്. അതിന് അങ്ങനെ നോക്കാം. പൂർണ്ണത എന്ന പൂർണ്ണത സൃഷ്ടിയിൽ ഒരാൾക്കുണ്ടെങ്കിൽ അത് ആർക്കാണ്? എന്റെ വലിപ്പാക്കാണ്. അപ്പൊ എന്റെ വലിപ്പത്തരല്ല. ആരുടേതാണ്? എന്റെ വലിപ്പാൻ്റെതാണ്. ആര് പറഞ്ഞു? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കുക, ബഹുമാനപ്പെട്ട മഹാനായ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്നെ സിയാറത്ത്, ഖിയാമത്ത് നാൾ വരെയുള്ള എൻ്റെ മുരീദന്മാർ എന്നെ സിയാറത്ത് ചെയ്യുന്നതിൽ പോലും അല്ല എൻ്റെ താല്പര്യം. ആ സമയവും നിങ്ങൾ എൻ്റെ വല്ലിപ്പാക്ക് വേണ്ടി സ്വലാത്തുൽ ഫാത്തിഹയെ വർദ്ധിപ്പിക്കുന്നതിലാണ് എൻ്റെ താല്പര്യമുള്ളത് എന്ന് മുരീദന്മാരോട് ഉപദേശിച്ചു മഹാനായ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. ഹബീബായ നബിയെ അറിഞ്ഞൽ എത്ര മുന്നോട്ട് പോയാൽ ആ അളവിൽ ആരെ അറിയും? അല്ലാഹുവിനെ അറിയും. അത് റസൂലുള്ളാഹി എന്ന ആ ഫൈലാനത്തിലാണ് വരും. വമാ അർസൽനാക ഇല്ലാ, അതാണ് റഹ്മത്ത്. നിങ്ങൾ ഉഷാറിലാണെങ്കിലും ഞാൻ പറയുള്ളൂ. ഏറ്റവും വലിയ റഹ്മത്ത് കഞ്ഞിയും ചോറും അല്ല. കഞ്ഞിയും ചോറും എല്ലാവർക്കും ഉണ്ട്. മതമുള്ളവനും മതമില്ലാത്തവനും കഞ്ഞിയും ചോറും ഉണ്ട്. പീഡിയ കച്ചവടത്തിന്റെ ലാഭം മതമുള്ളവനും ഉണ്ട്, ഇല്ലാത്തവനുണ്ട്. അപ്പൊ ഇനി ഈ റഹ്മത്തുൽ ലിൽ ആലമീനായ ആ റഹ്മത്തിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് മുഅ്മിന് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണത്? അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാതിൽ തുറന്നു തരിക. റസൂലുള്ള വാതിൽ തുറന്നു തന്നാൽ നമുക്ക് അറിയേണ്ട അളവിൽ ആരെ അറിയാം? റസൂലുള്ളാഹിനെ അറിയാം. റസൂലുള്ളാഹിനെ അറിയുന്നതിനനുസരിച്ച് ആരെ അറിയും? അല്ലാഹുവിനെ അറിയും. അല്ലാഹു തൗഫീഖ്. അല്ലാതെ റസൂലുള്ളാഹിനെ അറിയാതെ അല്ലാഹുവിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല, ഒന്നുമില്ല. റസൂലുള്ളാഹിനെ അറിയാനുള്ള വഴിയും കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് ഞങ്ങളോട് നേരത്തെ പറഞ്ഞു, നിങ്ങളില്ലെങ്കിൽ എന്നോട് ചോദിക്കണം എന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞു. റസൂലുള്ളാഹിനെ അറിയാന്ന് പറഞ്ഞാൽ ഇതന്നെ, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു. അസ്സലാത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് മഅന. ഒന്ന് അസ്സനാ, രണ്ട് അദ്ദുആ. അല്ലാഹുവിനെയും മലായികത്തിനെയും മുഅ്മിൻ ജംഈ നല്ല ഉഷാറിലാണെങ്കിലേ പറയുള്ളൂ. ഇന്നല്ലാഹ യുസല്ലി വേറെ, വമലായികതഹു യുസല്ലൂന വേറെ. ഇന്നല്ലാഹ യുസല്ലി എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ യുസ്നി, വൽ മലായികത്തു തുസല്ലി എന്ന് പറഞ്ഞാൽ വൽ മലായികത്തു തദ്ഉ. യാ അയ്യുഹല്ലദീന ആമനൂ പറഞ്ഞാൽ യാ അയ്യുഹല്ലദീന ആമനൂ സ്വലാത്തുല്ലാഹി വസ്വലാത്തു ഇബാദിഹിൽ മുക്രമീൻ അൽ മലായിക. ഈ രണ്ട് സ്വലാത്തിനും ജംഇയും മുഅ്മിന്. അപ്പോൾ മുഅ്മിന്റെ സ്വലാത്ത് രണ്ടെണ്ണമാണ്. ഏത്? സനാവും സ്വലാത്താണ്, ദുആവും സ്വലാത്താണ്. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു സ്വലാത്തിലുണ്ട്. ആർക്ക്? പറയും മനുഷ്യന്മാരെ, എന്തേ നോക്കിയിരിക്കണം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി നല്ല ആയത്ത്. അള്ളാഹുവിന്റെ സ്വലാത്ത് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ സനാവ് പുകഴ്ത്തി പറയല്. മലക്കളുടെ സ്വലാത്ത് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്യല്. മുഅ്മിനീങ്ങൾ മൂന്നാമത്തെ കൂട്ടര്. ഖാലിഖായ റബ്ബിനോടും ബന്ധമുണ്ട്, ഖാലിഖായ റബ്ബിന്റെ ഇബാദ് മുക്രമിനോടും ബന്ധമുണ്ട്. ആർക്ക്? ഒരേ സമയത്ത് ഖാലിഖിനോടും ഒരേ സമയത്ത് ഈ അഫ്ളലായ മഖ്ലൂഖിനോടും ബന്ധമുള്ളവരാണ്. ആര്? മുഅ്മിനി. മുഅ്മിൻ രണ്ടും ജംഇയും. അതായത് സനാവും ചെയ്യാം. നമ്മളെ സ്വലാത്ത് സനാവും സ്വലാത്താണ്, ദുആവും സ്വലാത്താണ്. അപ്പൊ റസൂലുള്ളാഹിയിലേക്ക് വാതിൽ തുറക്കണമെങ്കിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, റസൂലുള്ളാഹിനെ പുകഴ്ത്തുക. രണ്ട്, റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്യുക. ആ ഭാഗം ഞാൻ ലാസ്റ്റ് പറയാം, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പറയാം. ഇത് ദുആന്റെ ഭാഗം ഒരു 2 വാക്ക് പറയാനുണ്ട്. ഈ സനായിനെ പറ്റി പറയാം. സനായിന് അറ്റല്ല. ലോക ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുത്ബാനിയത്തിന്റെ മഖാം എത്തിച്ച മഹാന്മാർക്ക് പല മഹാന്മാരും എത്തിച്ചിട്ടുണ്ട്. അവരെല്ലാം അറ്റമില്ലാതെ പുകഴ്ത്തിയവരാണ്. ആരെ? വഅബ്ദുൽ ഖാദിരിൽ മശ്ഹൂർ ഇസ്മി വജദ്ദി മുഹമ്മദുൻ ഐനുൽ കമാലി. ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടർദി നടക്കുന്ന സമയമാണ്. ഞാൻ ബഗ്ദാദിൽ ഒരു വട്ടം പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ കൊല്ലം പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2019 പോയിട്ടുണ്ട്. ആ വാതിൽക്ക് മക്ബറയിലേക്കാണ് കെട്ടിയതിച്ചത്.
ഇതാ ബൈത്ത്, ഇതാ ഒരു പ്രധാനപ്പെട്ട ബൈത്താ. വഅബ്ദുൽ ഖാദിരിൽ മശ്ഹൂർ ഇസ്മി വജദി മുഹമ്മദുൻ ഐനുൽ കമാലി. പ്രശസ്തനായ അബ്ദുൽ ഖാദിർ എന്ന പ്രശസ്തമായ പേരുള്ള ആളാണ് ഞാൻ. വഅബ്ദുൽ ഖാദിരിൽ മശ്ഹൂർ ഇസ്മി, ലോകത്തെല്ലാവരും അറിയുന്ന അബ്ദുൽ ഖാദിർ തന്നെയാണ് ഞാൻ. പക്ഷേ എന്റെ വലിപ്പത്തരം എന്നാൽ എന്റെ വലിപ്പത്തരല്ല. വജദ്ദി മുഹമ്മദുൻ, എന്റെ വലിപ്പത്തരം എന്റെ വലിപ്പത്തരല്ല. പിന്നെ ആരുടെ വലിപ്പത്തരാണ്? എന്റെ വലിപ്പാന്റെ വലിപ്പത്തരം. മനസ്സിലായില്ലേ? എന്റെ വലിപ്പത്തരമല്ല, എന്റെ വലിപ്പത്തരം എന്റെ വലിപ്പത്തരല്ല. പിന്നെ ആരുടെ വലിപ്പത്തരാണ്? എന്റെ വല്ലിപ്പാന്റെ. ഏതാ എന്റെ വല്ലിപ്പ? ഐനുൽ കമാലി, ഐനുൽ കമാലി, പൂർണ്ണതയുടെ ഐനാണ്, പൂർണ്ണതയുടെ ശരീരമാണ്, പൂർണ്ണതയുടെ നഫ്സാണ്. ആര്? പൂർണ്ണത എന്ന പൂർണ്ണതയാണ്. അതിന് അങ്ങനെ നോക്കാം. പൂർണ്ണത എന്ന പൂർണ്ണത സൃഷ്ടിയിൽ ഒരാൾക്കുണ്ടെങ്കിൽ അത് ആർക്കാണ്? എന്റെ വല്ലിപ്പാക്കാണ്. അപ്പൊ എന്റെ വലിപ്പത്തൻ എന്റെ വലിപ്പത്തരല്ല. ആരുടേതാണ്? എന്റെ വല്ലിപ്പാൻ്റെതാണ്. ആര് പറഞ്ഞു? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കുക, ബഹുമാനപ്പെട്ട മഹാനായ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്നെ സിയാറത്ത്, ഖിയാമത്ത് നാൾ വരെയുള്ള എൻ്റെ മുരീദന്മാർ എന്നെ സിയാറത്ത് ചെയ്യുന്നതിൽ പോലും അല്ല എൻ്റെ താല്പര്യം. ആ സമയവും നിങ്ങൾ എൻ്റെ വല്ലിപ്പാക്ക് വേണ്ടി സ്വലാത്തുൽ ഫാത്തിഹിനെ വർദ്ധിപ്പിക്കുന്നതിലാണ് എൻ്റെ താല്പര്യമുള്ളത് എന്ന് മുരീദന്മാരോട് ഉപദേശിച്ചു മഹാനായ അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ല? നിങ്ങൾ ഇന്നെ ഒരു ഷെയ്ഖ് പറയേണ്ടത്, മുരീദന്മാരോട് പറയേണ്ടത് എന്താണോ? നിങ്ങൾ ഞാൻ മരിച്ചു പോയാൽ പിന്നെ നിങ്ങൾ ഇന്നെ വിദ്യാർത്ഥിയാണ്. എന്നാൽ ബഹുമാനപ്പെട്ട മഹാനായ അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു, ഖുത്ബാനിയത്തിന്റെ ലോകത്ത് മഹാന്മാരായ അനവധി ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട ഖാദിരി ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളെ പോലെ അവരുടെ ഫഖർ വലിപ്പാന്റെ ഫഖറാണ്. അതേപോലെ തന്നെ ഈ മഹാനും പറയുന്നത് എന്ത്? നിങ്ങൾ എന്നെ സിയാറത്ത് ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം ആ സമയവും നിങ്ങൾ എന്ത് ചെയ്യലാണ്? നിങ്ങളെ പൊരേ കുത്തിർന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ? എന്റെ സിയാറത്ത് ചെയ്യാൻ നിങ്ങൾ പണവും സമയവും ചെലവാക്കലല്ല എൻ്റെ ഇഷ്ടം. എൻ്റെ വല്ലിപ്പാക്ക് വേണ്ടി ചെയ്യലാണ്. എൻ്റെ വല്ലിപ്പാക്ക് വേണ്ടി സ്വലാത്തുൽ ഫാത്തിഹിനെ പെരുപ്പിക്കുന്നതിലാണ്. എൻ്റെ വല്ലിപ്പാക്ക് കസറത്തു സ്വലാത്ത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ കാര്യമല്ല, എൻ്റെ വല്ലിപ്പാൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ രണ്ടിനെയും ജംഅ ചെയ്തതിൽ ഒന്നാമത്തെ ഭാഗമാണ് പറഞ്ഞ് സനാദ്. അവരണ്ട് ഉരുകി. ആരിൽ ഉരുകി? മുത്തുനബിയിൽ ഉരുകി. സിദ്ദീഖ് ഉരുകി. ആരിൽ ഉരുകി? ഉറക്കെ പറയാം. ആരിൽ ഉരുകി? മുത്തുനബിയിൽ ഉരുകി. മുത്തുനബിയിൽ ഉരുകി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവർ ഇല്ലാതെയാകിയ ഹബീബ നബിയെ കാണിക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ നബിയുടെ വലിപ്പത്തിലാണ് അവർ കാണിച്ചത്. അതുകൊണ്ടാണ് അവർ ഇബാദത്തെ പോലും തെർക്കീതത്. ഇബാദത്തിനെ തെർക്കീതു. ഏതാ ഇബാദത്ത്? ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തല്ലേ ബാങ്ക്. മനസ്സിലായില്ലേ? മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വഫാത്തിന് ശേഷം ബാങ്ക് കൊടുത്തിട്ടില്ല സയ്യിദുനാ ബിലാൽ. രണ്ട് ഘട്ടത്തിലല്ലാതെ ആ രണ്ട് ഘട്ടത്തിൽ മാ കമ്മലൽ അദാന ഫതഹ അലാ വജ്ഹിൽ അർള് ആണ് ബോധം കിട്ടും. രണ്ട് ഘട്ടം. ഒന്ന്, ബഹുമാനപ്പെട്ട മദീനക്കാരെ അവർ സിയാറത്തിന് വന്നപ്പോൾ മദീനക്കാർ നിർബന്ധിച്ചു ബാങ്ക് കൊടുക്കാൻ. സത്യത്തിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എത്ര വലിയ സുന്നത്താണ്. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ലേ? ഒരു മനുഷ്യൻ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ ഹജറായാലും ഷജറായാലും പരിസരത്തുള്ള എന്തും ഇല്ല ഷഹീദത്തിലഹു, അവന് വേണ്ടിയിട്ട് അന്ത്യനാളിൽ സാക്ഷ്യവും. ഇയാൾ ബാങ്ക് കൊടുക്കണം ഞാൻ കേട്ടിട്ടുണ്ട്, അതിന്റെ പരിസരത്തുള്ള എല്ലാ കല്ലും മരവും പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ ഇബാദത്തല്ലേ എന്ത്? ബാങ്ക്. മനുഷ്യന്മാരെ, ഒരു മനുഷ്യൻ ബാങ്ക് കൊടുത്താൽ ഓരോ ബാങ്കിനനുസരിച്ചും അള്ളാന്റെ കോടതിയിൽ ആ ബാങ്കിന്റെ പരിസരത്തുള്ള കല്ലുകളും മരങ്ങളും ഒക്കെ അന്ത്യനാളിൽ വന്നിട്ട് പറയും ഇല്ല ഷഹീദത്തിലഹു, അയാൾക്ക് വേണ്ടി സാക്ഷിയാവും. ഇതാ അയാൾ ബാങ്ക് കൊടുക്കാൻ കേട്ടിട്ടുണ്ട്. അത്രയും വലിയ അമലാണ് എന്ത്? ബാങ്ക്. ആ ബാങ്കിനെ തെർക്കീതു ആര്? സയ്യിദുനാ ബിലാൽ. എന്തുകൊണ്ട്? ആ ബാങ്കിൽ ഒരു വാക്കുണ്ട്, അഷ്ഹദു അന്ന മുഹമ്മദ്. അത് പറയാൻ കഴിയില്ല. മദീനക്കാർ നിർബന്ധിച്ചു. ഒരിക്കൽ സിയാറത്ത് വന്നപ്പോൾ ബാങ്ക് കൊടുത്തിട്ട് മാക്കമലല്ല താൻ പൂർത്തിയാക്കിയില്ല. പിന്നൊരു ഘട്ടമുണ്ടായി. ബൈത്തുൽ മുഖദ്ദസ് താക്കോൽ വാങ്ങാൻ വേണ്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ നല്ല ഉഷാറിലല്ലേ? ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾ പോയിപ്പെട്ടു. ആരെ കാലത്ത്? സയ്യിദുനാ ഫാറൂഖിന്റെ കാലത്ത്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ആദ്യത്തെ കബീലയും പ്രധാനപ്പെട്ട അല്ലേ, ഇസ്ലാം പള്ളിയല്ലേ. അങ്ങനെ അതിന്റെ അധികാരം ഏറ്റെടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയൊരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. നഫ്രാസിയസ് പാതിരിയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങാം.
അതുവരെ നഫ്രാസ്യൂസ് പാതിരിയുടെ നേതൃത്വത്തിലായിരുന്നു ആ ഏരിയ നടന്നിരുന്നത്. പാതിരി തന്നെ ഇഷ്ടപ്പെട്ട് നീതിമാനായ ഉമറിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സന്തോഷത്തോടുകൂടെ ഞാൻ ഈ താക്കീൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ് നഫ്രാസ്യൂസ് പാതിരിയുടെ ക്ഷണപ്രകാരം വരികയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ച് നഫ്രാസ്യൂസ് പാതിരിയുടെ പ്രത്യേകമായ ക്ഷണപ്രകാരം വരികയാണ് ആര്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു. ശ്രദ്ധിക്കണേ, അങ്ങനെ വന്ന് പള്ളിയൊക്കെ കാണിച്ചു കൊടുത്തു. ബാങ്ക് കൊടുക്കണം, ആദ്യം നിസ്കാരം കൊണ്ട് തുടങ്ങണമല്ലോ, അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യണം? ബാങ്ക് കൊടുക്കുക. എല്ലാവരും ഉണ്ട്. അവിടെ പോയ ആളുകൾക്കൊക്കെ ആ ഒരു തളത്തിലിങ്ങോട്ട് സ്വഹാബത്തൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാ ഉള്ളത്? അബൂ ഉബൈദ ഉണ്ട്, അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിൽ ഏറ്റവും വിശ്വസ്തനാണ് ആര്? സയ്യിദുനാ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. മെല്ലെ പറഞ്ഞാൽ പോലും ഈമാൻ നാശാവും. അത്രയും വലിയ മഹാനല്ലേ അബൂ ഉബൈദ. എന്താ നിങ്ങൾ മിണ്ടാതിരിക്കണേ? അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വലിയ വിശ്വസ്തൻ അബൂ ഉബൈദയാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. മഹാനെ കാണാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെറുപ്രായത്തിൽ മരിച്ചിട്ടുണ്ട്. 38-ാമത്തെ വയസ്സ് മരിച്ചു. നിങ്ങളെ നാടേക്ക് 38-ാമത്തെ വയസ്സ് മരിച്ചിട്ടുണ്ട്. ആര്? അല്ലാഹുവരെ കാണാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. വലിയവരൊക്കെ നേരത്തെ മരിച്ചുപോയവരാണ്. ആ അബൂ ഉബൈദ ഉണ്ട്. ഇസ്ലാമിലെ ഉരുക്ക മനുഷ്യൻ എന്നൊരാളുണ്ട്. ഉരുക്ക മനുഷ്യൻ, ഇസ്ലാമിലെ ഒരു ഉരുക്ക മനുഷ്യനുണ്ട്. പേരറിയോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഇസ്ലാമിലെ ഒരു ഉരുക്ക മനുഷ്യനുണ്ട്. ഏത് മഞ്ഞും വെയിലും എന്ത് കൊമ്പം വന്നാലും 10,000-കണക്കായ ആളുകൾ തർക്കിച്ചു വന്നാലും ഒരു മനുഷ്യന്റെ നാവിന്റെ മുന്നിൽ ജയിക്കാൻ കഴിയും. അത്രയും വലിയൊരു കേമനുണ്ട് ഇസ്ലാമിൽ. അറിയോ? മുആദ് ഇബ്നു ജബൽ. വറക്കബറ മുആദ് ഇബ്നു ജബൽ യഅതി യൗമൽ ഖിയാമ. ഹാദാ മുആദ് യഅതി യൗമൽ ഖിയാമ അമാമൽ ഉലമാ. മുഹമ്മദ് മുസ്തഫ. എൻ്റെ ഈ മുആദ് ഉണ്ടല്ലോ, അന്ത്യനാളിൽ ആലിമീങ്ങൾ വരുമ്പോൾ അവരെ ഏറ്റവും മുന്നിൽ എൻ്റെ മുആദായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അത്രയും വലിയ ഉരുക്ക മനുഷ്യനാണ് ആര്? സയ്യിദുനാ മുആദ് എന്ന് പറയേ, ആ പേരൊന്ന് പറയേ. എത്രയാ അല്ലാഹ്, എന്താണ് ആ വലിയ മനുഷ്യൻ്റെ ഒക്കെ മാറ്റം. മുആദ് ഉണ്ട് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ നിറഞ്ഞ സദസ്സിൽ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയാ, ബിലാലെ അത് ബാങ്ക് കൊടുക്കി. പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ അമാ തഅലം അന്നി ലാ ഉഅദ്ദിനു ബഅദ റസൂലില്ലാഹ്, ഞാൻ റസൂലുള്ളാഹിക്ക് ശേഷം ബാങ്ക് കൊടുക്കൂല, നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ പറഞ്ഞില്ല, എനിക്കറിയാം, എന്നാലും നിങ്ങൾ ബാങ്ക് കൊടുക്കണം. കഅബാലയത്തിന്റെ അവിടെ നിങ്ങളാണ് ആദ്യം ബാങ്ക് കൊടുത്തത്. ചരിത്രത്തിൽ ആദ്യമായി കഅബാലയത്തിന്റെ മുകളിൽ കയറി നിങ്ങളാ ബാങ്ക് കൊടുത്തത്. മസ്ജിദ് നബവിയിൽ ചരിത്രത്തിൽ ആദ്യമായി നിങ്ങളാണ് ബാങ്ക് കൊടുത്തത്. ഈ ഇസ്ലാമിലെ 3-ാമത്തെ പള്ളി, ആദ്യത്തെ ഖിബില നിങ്ങളാണ് ബാങ്ക് കൊടുക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ബാങ്ക് കൊടുക്കണം. മുആദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, ബിലാലെ നിങ്ങൾ കൽപ്പന സ്വീകരിക്കി, ഞങ്ങൾക്ക് ചരിത്രം പൂർത്തീകരിക്കണം. 3 സ്ഥലത്തും ബാങ്ക് കൊടുത്തത് ഈ അടിമ തന്നെ, സ്വതന്ത്രനായ അടിമ. ഇസ്ലാം ഈ മനുഷ്യന് ചെയ്ത ഏറ്റവും വലിയ പ്രാധാന്യം, അതുകൊണ്ട് നിങ്ങൾ ബാങ്ക് കൊടുക്കി എന്ന് ബിലാൽ നിർബന്ധിച്ചു. അവർ ബാങ്ക് കൊടുക്കാൻ നിർബന്ധിച്ചപ്പോൾ പള്ളിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കേണ്ടത് കയറിയിട്ട് ബാങ്ക് കൊടുക്കണം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് ബാങ്ക് അങ്ങോട്ട് തുടങ്ങുന്നത് എല്ലാവരും കരഞ്ഞ്, കരഞ്ഞ് 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 മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരു വില്ല് പോലെ വളഞ്ഞുപോയി. ഇസ്ലാമിന്റെ ഉരുക്ക മനുഷ്യൻ ആ ബാങ്കിന്റെ ചുറുക്ക് കേട്ടിട്ട്. പക്ഷേ ഫമാ കമ്മലൽ അദാൻ ഹത്താ വസല ഇലാ ഹത്താ ലമ്മാ ബലഗ അഷ്ഹദു അന്ന മുഹമ്മദൻ അവിടെ വീണു ബാങ്ക് പൂർത്തിയാക്കില്ല. അപ്പോൾ അവർ ഇബാദത്തിനെ പോലും തീർക്ക് ചെയ്തു. ആർക്ക് വേണ്ടി? മുഹബ്ബത്ത് റസൂലില്ലാഹ്. എന്താണ് അവർക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല, ആ വാക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതാണ് സനാബ്. അപ്പോൾ ലോക ചരിത്രത്തിൽ ഞാൻ നീട്ടുന്നില്ല, എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കും. 2 പോയിന്റിൽ അവസാനിപ്പിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കും. 2 തങ്ങളിവിടെ വന്നിരിക്കുന്നുണ്ട്, നീട്ടാൻ പാടില്ല. ശരിക്കും ലോക ചരിത്രത്തിൽ അല്ലാഹു തആല മാരിഫത്തിൻ്റെ വാതിൽ തുറക്കണം. ഇപ്പം നമുക്ക് എല്ലാവർക്കും പൂതിയുണ്ട്. എല്ലാവരും ദ്വാർക്കും, അല്ലാഹു എനിക്ക് നീ മാരിഫത്തിൻ്റെ വാതിൽ തുറക്കണം. ഈ മാരിഫത്തിൻ്റെ വാതിൽ തുറക്കണമെങ്കിൽ സനാഹ് കൂട്ടണം. ആരോടുള്ള സനാഹ്? അല്ലാതെ തുറക്കൂല തുറക്കണ പരിപാടി ഉണ്ടാവുകയില്ല. ഒരാൾ അള്ളാഹുവിനെ സനാഹ് ചെയ്തു, ആരെ സനാഹ് ചെയ്തില്ല എങ്കിലും അള്ളാഹുവിനെ തുറന്നു കൊടുക്കൂല. ഒരാൾ ആരെ പ്രശംസിച്ചു? പറയേ, വഹീദായ അഹദായ റബ്ബിനെ പ്രശംസിച്ചു, പക്ഷേ ആരിലേക്ക് തിരിഞ്ഞില്ല. വലം യൽതഫിത് ഇലാ സനാഇ റസൂലില്ലാഹ് ലം യുഫ്തഹ് ലഹു, അവന് തുറക്കപ്പെടുകയില്ല. ഇല്ല, ചരിത്രത്തിലില്ല, ഉണ്ടാവില്ല, ഇംപോസിബിൾ, നടക്കാത്ത കാര്യമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആരൊക്കെ സനാഹ് ചെയ്തോ സനാഹിന്റെ അളവിൽ തുറക്കും.
മനസ്സിലായോ പറഞ്ഞത്? അതുകൊണ്ട് നമുക്ക് അള്ളാന്റെ വാതിൽ തുറക്കണമെങ്കിൽ നമ്മൾ ആരെ പ്രശംസിക്കണം? അതുകൊണ്ടാണ് പഴയ കാലത്തെ ആളുകൾ ഇന്ന് പറയാൻ അത്തിപ്പറ്റ മെതി കുട്ടികളുടെ ഒരു മധുരം കൂടി പറയാണ്. ഒറ്റ കാര്യം ഞാൻ പറയാം, മറ്റൊക്കെ തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊരു മര്യാദക്കൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? മങ്കോസ് മൗലൂദിൻ്റെ ഒരു അരിയത്തെങ്കിലും ഓതിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറയും. ആർക്കൊക്കെ അള്ളാഹു തന്നെ തുറന്നു കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ മദ്ഹിൽ കൂടിയിട്ടുണ്ട്. അള്ളാഹു തുറന്നു കൊടുക്കാത്തവരെ പിന്നാലെ നിങ്ങൾ പോകണ്ട, അതിലൊരു നേട്ടമില്ല. മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം നിങ്ങൾ വിചാരിക്കുന്ന ഒന്നല്ല. മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം മുസ്ലിം ഉമ്മത്തിൽ വന്നിട്ടുള്ള റസൂലുള്ളാഹി തങ്ങളുടെ മഹത്വം മനസ്സിലാക്കാത്ത ചില കക്ഷികളാണ്. 3 നൂറ്റാണ്ട് കാലമാണ് അവർ മുസ്ലിം ലോകത്തെ ഭരിച്ചത്. അതാണ് ഇന്നത്തെ എല്ലാ പ്രശ്നത്തിൻ്റെ കാരണം. അത് നിങ്ങൾക്ക് അറിയാരെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അതൊരു പുതിയൊരു വിഷയം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് തൽക്കാലം നമ്മളിരിക്കണം. 3 നൂറ്റാണ്ട് കാലം മുസ്ലിം ലോകം നശിപ്പിച്ചത് ഈ വിഭാഗമാണ്. ആ വിഭാഗത്തിനെ മനസ്സിലാക്കാതെ, ആ വിഭാഗത്തിനെ എൻ്റെ മോശത്തിനെ മനസ്സിലാക്കാതെ ഒരാൾക്ക് സുന്നിയാകാനോട്ട് കഴിയൂല. അവരാകെ മോശം. അവർ നിസ്കരിക്കും, നോമ്പെടുക്കും, അള്ളാഹിനെ തനാഗ് ചെയ്യും. ആരെ തനാഗ് ചെയ്യൂല? മുസ്തഫ റസൂലുള്ളാഹിനെ തനാഗ് ചെയ്യുന്നതിൽ ലുബ്ധത കാണിക്കും, തുറക്കൂല. ഇനി ദുആ കൂടി മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്വലാത്ത് ദുആ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സനാ ആണെങ്കിലും ദുആ ആണെങ്കിലും നമ്മളൊരു ലാഹിൻ ആയിട്ട് ഒരശ്രദ്ധനായി ആ പണിയെടുക്കാൻ പാടില്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അലാ ലിസ്ലാം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതിൻ്റെ പദാനുപദ തർജ്ജമ ഒരാൾക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, പഠിക്കൽ നല്ലതാണ്, ഇനി പഠിച്ചിട്ടില്ലെങ്കിലും സ്വലാത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ റസൂലുള്ളാഹിക്ക് ഗുണമുണ്ടാവട്ടെ, റസൂലുള്ളാഹിക്ക് ഗുണമുണ്ടാവട്ടെ, റസൂലുള്ളാഹിക്ക് ഗുണമുണ്ടാവട്ടെ എന്ന് ചിന്തിച്ചു കൊണ്ട് ചെല്ലിയാൽ അതിനനുസരിച്ച് തറക്കി പെട്ടെന്നുണ്ടാവും. മനസ്സിലായിട്ടില്ല? നമുക്ക് ഒരു സ്വഭാവമുണ്ട്, എന്തെന്നറിയോ? അതൊപ്പിക്കാൻ വേണ്ടി ഓടും, ഉള്ളിലേക്ക് ചിന്തിക്കുന്നില്ല. അൽഫാദിന്റെ മാന വരെ വെക്കണം എന്നില്ല, എന്നാലും എന്ത് ചെയ്യണം? ഇപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്ന് മനസ്സിൽ ഹാളറാക്കിയിട്ടില്ലെങ്കിലും എന്ത് ഹാളറാക്കണം? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്തെങ്കിലും ഹാളറാക്കണം. പടച്ചോനെ പുറത്തിറങ്ങട്ടാ, അങ്ങനെ മതി എന്നൊക്കെ പറയുന്നത് മനസ്സിലായോ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ സുബഹിയുടെ മുമ്പ് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ ഇസ്തിഗ്ഫാർ ചെയ്യലോ. ഈ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹിന്റെ പദാനുപദ അർത്ഥം കൊണ്ടുവന്നിട്ടില്ലെങ്കിലും ആ പദം കഴിയുന്നത് വരെ അവന്റെ മനസ്സിലൊരു ഹാളർ വേണം. എന്ത് ഹാളർ വേണം? ഞാൻ നിന്റെ മുന്നിൽ കുറ്റവാളിയാണ്, എനിക്ക് നീ മാപ്പാക്കി തരണം എന്ന ഹുദൂറോട് കൂടെ ചെല്ലലാണ് ആ ദിക്റിന്റെ തറക്കി. അപ്പോഴാണ് ആ ദിക്റിൽ ഉയർച്ച ഉണ്ടാവുക, അപ്പോഴാണ് പൂർണ്ണമായി അള്ളാഹു ഒഴിവാക്കി കൊടുക്കും ചെയ്യാം. അതേപോലെ സ്വലാത്ത് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന് ഗുണം വരട്ടെ എന്ന് മനസ്സിൽ പറയും. അള്ളാഹുവിന്റെ റസൂലിന് നമ്മുടെ ഗുണത്തിന്റെ ആവശ്യം ഇല്ല. പകരം നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ ഓർമ്മിച്ചാൽ അള്ളാഹും റസൂലും 10 വട്ടം നമ്മെ ഇങ്ങോട്ട് ഓർമ്മിക്കും. അതിന് നമ്മൾ ഓർമ്മിക്കണല്ലോ, തൊള്ളോണ്ട് മാത്രം പറഞ്ഞാൽ പോരല്ലോ. എന്നാ തൊള്ളോണ്ട് പറയുന്നത് കൂലില്ലേ? ഉണ്ട്, പക്ഷെ തിറക്ക് ഉണ്ടാവില്ല. തിറക്ക് എന്ന് പറഞ്ഞാൽ സ്വലാത്തിൽ അഭിവൃദ്ധി. ചില ആളുകൾ സ്വലാത്തിലും അതേ സമയത്ത് ദുശ്ശീലങ്ങൾ വർജിക്കാൻ അവർക്ക് കഴിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഒരു മിനിറ്റ് ഇരിക്കും, ദുശ്ശീലം ദുശ്ശീലമായി തന്നെ തുടരും. അവരെ കണ്ടിട്ട് ചില ആളുകൾ അഹ്ലു സുന്നയെ കുറ്റം പറയും. കുറച്ച് സ്വലാത്തന്മാർ ഇവിടെ ഈ മാലിലുണ്ട്, നമുക്കറിയാം, അരക്കൈ ഉപകാരമല്ല അങ്ങനെ പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ അല്ല, നിങ്ങൾ പിന്നെ കൂടുതൽ കേൾക്കാത്ത മനുഷ്യന്മാരായതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലാവണ്ട പറഞ്ഞത്? കുറ്റം പറയും. ചിലപ്പോൾ അത് അവരങ്ങനെ ആയിരിക്കാം, ചെയ്യാം. സ്വലാത്ത് അവരെ ദുശ്ശീലങ്ങളെ മാറ്റിയില്ല. ഇപ്പൊ സ്വലാത്ത് നമ്മളെ ദുശ്ശീലങ്ങളെ മാറ്റണല്ലോ. എന്തുകൊണ്ട് മാറ്റിയില്ല? നമ്മൾ സ്വലാത്തിന്റെ മായനയിലെ അസ്ല് മായനയിലേക്ക് പോലും ചിന്തിച്ചില്ല, അതോടെ ഒപ്പിച്ചു. ഇപ്പൊ 100 നായത്ത് സ്വലാത്ത് ചൊല്ലണം. അപ്പൊ 100 നായത്ത് സ്വലാത്തിന്റെ അൽഫാൽ പൂർത്തീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മുത്തിനൊരിക്ക് ഗുണമുണ്ടാവട്ടെ എന്ന് കൽബിൽ കൊണ്ടുവരൂല. അപ്പോൾ എന്തുണ്ടാവൂല? ഈ ലഫ്ള് മാത്രമേ അവിടെ എത്തുള്ളൂ, കൽബെത്തൂല. ഒന്നിന്റെ കൂടെ വരും മനുഷ്യന്മാരെ, കൽബും കൂടി എത്തിച്ചാൽ അഭിവൃദ്ധി ഉണ്ടാവും. പെട്ടെന്ന് കയറിപ്പോവും. കുറെ എണ്ണം ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ചെല്ലലുമില്ല, പിന്നെ മൊത്തം ചെല്ലലാണ്. പിന്നെ എങ്ങനെ ഇരിക്കലെന്നെ, അങ്ങനെ നോക്കലേ. ആ കീശ്ശേരി അങ്ങാടിയിൽ ആ പിന്നെ പീഡിയന മുറിന്റെ മേലെ നോക്കി ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരിക്കും നോക്കിയിട്ട്.
അതാണ് തൃപ്പൽ ചെയ്യുമ്പോൾ ഒരു ലഫ്ള് തന്നെ നമ്മൾ കേൾക്കൂല. നമ്മൾ 4 മണി മറിച്ചുകൊണ്ട് ഇങ്ങനെ കിടി 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 നമ്മൾ കിടിയും 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 എന്ന് പറഞ്ഞുകൊണ്ട് ശല്യം കൊണ്ട് മുപ്പരി എല്ലാവരെയും. എന്നിട്ട് നമ്മളിപ്പോഴും ഇവിടെ തന്നെ മുപ്പരി അതിൻ്റെ ഉന്നത അവസ്ഥയിലെത്തി. നിങ്ങളിൻ്റെ കൂടെ അല്ല. ചെല്ലാത്ത ആള് കയറി ചെല്ലാനോ ഇപ്പോഴും മേപ്പോട്ട് നോക്കിയിരിക്കുക. എന്തുകൊണ്ട്? നമ്മൾ ചെല്ലുമ്പോഴും നമ്മളെ മകളെ കെട്ടിക്കല നമ്മളെ മനസ്സ്, നമ്മൾ ചെല്ലുമ്പോഴും നമ്മളെ വിസ ശരിയാകല മനസ്സ്, നമ്മൾ ഈ കിടിയും കിടിയും ചെല്ലുമ്പോഴും കടം വിടല നമ്മളെ മനസ്സ്. മറ്റിന് കടമില്ല, പെണ്ണുമില്ല, പെടക്കോയില്ല, പെരിച്ചായില്ല, അള്ളി റസൂൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ നോട്ടം പോലും സ്വലാത്ത, അവരെ നോട്ടം പോലും ദിക്റ, അവരുടെ യഖ്ലത്തും അവരുടെ മനാമും ഒക്കെ ദിക്റ. എന്ന് ചില ആളുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അവര് ചെതൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നുക്കല്ലിബുഹും എന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടത്തിയത്. കുറെ വിഡ്ഢിത്തരം മനുഷ്യന്മാർ എഴുതി വെക്കുമല്ലോ സ്വാഭാവികമായും. അതിന്റെ അപ്പുറത്തേക്ക് ആലോചിച്ചില്ല. എന്തുകൊണ്ട്? 350 കൊല്ലം നായകനെ ചെതലുടിക്കൂലെന്നും ഔലിയാക്കളെ ചെതലുടിക്കുന്നു ഏത് വാപ്പ പറഞ്ഞ്? നായക്ക് തിരിഞ്ഞു മറിഞ്ഞു കിടക്കണ പണിയില്ല. അത് ബാസിത്തും തന്നെ പറഞ്ഞത്. അതിനെ നുക്കല്ലിബെന്ന് പറഞ്ഞില്ല. ഇതെന്റെ ഇവര് ദാക്കിര്യങ്ങളാ, അവരുടെ നോമും ദിക്റ, അതാണ് നുക്കല്ലിബുഹും. ഒന്ന് അങ്ങോട്ട് കിടക്കും, ഒന്നും ഇങ്ങോട്ട് കിടക്കും. ഈ കടത്തത്തിനനുസരിച്ചൊക്കെ എന്ത് നടക്കും പറയും? ദിക്ർ നടന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അവരെ ഉറക്കവും ദിക്റാണ്, യഖ്ലത്തും ദിക്റാണ്, എല്ലാം ദിക്റാണ്. അല്ലാത്തൊരു കാര്യമാണ് മനസ്സിലില്ല. നമ്മൾ ചൊല്ലുമ്പോഴും അള്ളാഹു റസൂൽ മനസ്സിലില്ല. അതുകൊണ്ട് തിരക്കുണ്ടാവില്ല, ദുശ്ശീലം മാറൂല. അരക്കനായി തുടരും. പള്ളിന്റെ മദ്രസയും പൈസ കട്ടുമുണുങ്ങണ പിന്നെ നാട്ടിലെ കാരാക്കൂസ് സ്വലാത്തും ചെല്ലിയും കൊണ്ട് ആ പണി നടത്തിക്കൊണ്ടേ പോകും. പള്ളിനെ കക്കും, മദ്രസനെ കക്കും, എല്ലാം കക്കും, കിട്ടിയതൊക്കെ കക്കും, സ്വലാത്തും ചെല്ലും. അങ്ങനത്തെ ആളുകളെയും എനിക്കറിയാം. സ്വലാത്തും ചെല്ലും, ദുആ സമ്മേളനത്തിനും ആമിയെടുക്കാൻ വരും, എല്ലാ തങ്ങന്മാർക്കും പരിയിൽ വിരുന്നും കൊടുക്കും, പള്ളിന്റെ മദ്രസിന്റെ മോഹൻ പരമാവധി മുണുങ്ങുകയും ചെയ്യും. അങ്ങനത്തെ ആളുകളെയും മലപ്പുറം ജില്ലയിൽ എനിക്കറിയാം. ഒരു ദുശ്ശീലമാണ്. ഒന്ന് വിചാരിക്കുന്നത് എന്താ പേരും അറിയാത്ത, പേര് പറഞ്ഞാൽ തീരൂല, അതിന് മാത്രം ഉണ്ടാവില്ല. നിങ്ങൾ വഞ്ചിതരാകണ്ട. ഞാൻ റാമത്തുള്ള വഞ്ചിതനാവില്ല. റാമത്തുള്ള ഒരുത്ത മൂക്ക് കൂടെ കൊണ്ട് 4 കാറ്റ് വിടുന്നുണ്ടോ ഔലിയ പാപ്പയെന്നോ ഞാൻ പറയില്ല. ഒരു മനുഷ്യന് ഹക്കും ബാത്തിലും വേണം. ഹക്കും ബാത്തില്ലാത്ത എന്തിനുണ്ടാവില്ല. എന്തുകൊണ്ട് അവിടേക്ക് ഇത് സ്വലാത്തൊക്കെ ചെല്ലിച്ചൂടെ എത്തിയില്ല? അവർക്ക് സ്വലാത്തിന്റെ അരതൊപ്പിക്കലേ ഉള്ളൂ, ജനങ്ങളെ മുന്നിൽ കാണിക്കലേ ഉള്ളൂ. അവർ മുസ്തഫ നബിക്ക് ഗുണം വരട്ടെ എന്ന് ഒരു സെക്കൻഡ് പോലും വിചാരിച്ചിട്ടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ലേ? നല്ലോണം മനസ്സിലാക്കണം. സ്വലാത്തിൽ ആളുകൾ ഇതെൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്, ഇവരൊക്കെ ആയിരക്കണക്കിന് സ്വലാത്തിൽ. ഈ സ്വലാത്ത് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതൊപ്പിച്ച പോരാ. അതിൻ്റെ ഓരോ സെക്കൻഡിലും അള്ളാഹു റസൂലിന് ഗുണം ഉണ്ടാട്ടെ, ആലിന് ഗുണം ഉണ്ടാട്ടെ. ഇപ്പൊ സ്വലാത്തുൽ ഫാത്തിഹ ആണെങ്കിൽ ആലും കൂടി ഉണ്ടായില്ല, സ്വലാത്തു നാരിയത്താണെങ്കിൽ ആലും ഉണ്ട്, സ്വഹബും ഉണ്ട്. അപ്പൊ ഇവർക്ക് അവർ ആ ലഫ്ളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനും അവിടുത്തെ ആലിനും അവിടുത്തെ സ്വഹബിനും ഗുണമുണ്ടാവട്ടെ എന്ന് മനസ്സിൽ, അതിന്റെ ലഫ്ളൊന്നും കൊണ്ടുവരണ്ട, അതെങ്കിലും മനസ്സിൽ ഉണ്ടായാൽ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര തിറക്കുണ്ടാവും, സ്വഭാവം നന്നോ, ദുശ്ശീലം മാറും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനത്തെ മനുഷ്യന്മാർ പാടവരമ്പത്ത് നടത്തിയിരുന്നു. അന്ന് ഫാക്ടം പോസ് 20 ഇല്ല, പൊട്ടാസില്ല, യൂറിയ അല്ല, ഒന്നുമില്ല. അല്ലേ? സത്യല്ലേ? സുബൈ നിസ്കരിച്ച് സ്വലാത്ത് നെല്ലി ഒന്ന് ഇങ്ങനെ നടന്നുപോയി കയറി വരുമ്പോഴത്തേന് അതന്നെ 1-ാം നമ്പർ നെല്ല് അല്ലേ? സത്യല്ലേ? 1-ാം നമ്പർ നെല്ല് വിളഞ്ഞിങ്ങനെ കതിര് 100 മേനിയല്ല 1000 മേനി വിളഞ്ഞ് നമ്മൾ കണ്ടതാ, നമ്മൾ തിന്നതാ, നമ്മളതൊക്കെ കൂടിയതാ. അല്ലേ? സത്യല്ലേ മനുഷ്യന്മാർ? ഒന്നുമില്ല. എന്തുകൊണ്ട്? ആ സ്വലാത്ത് അവരെ കൃഷിയെ വർദ്ധിപ്പിച്ചു, ആ സ്വലാത്ത് അവരെ കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കി. 2 പാടം, 2 പാടം, അത്ര തന്നെ. എൻ്റെ വല്യപ്പക്ക് 2 പാടം അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മാൻ്റെ വാപ്പ, അതാണ് പറഞ്ഞ വല്യപ്പ. 2 പാടം, കുറച്ച് തെങ്ങും. അതുകൊണ്ട് മക്കളെ കെട്ടിച്ച് 5-6 പെൺകുട്ടികളെ കെട്ടിച്ച് ₹1 ഒരാളെ കയ്യിൽ നിന്നില്ലാതെ വല്യപ്പ തന്നെ ഇതിൽ നിന്നൊക്കെ ചെലവ് നടത്തിയതിന് ശേഷം വല്യപ്പ ഹജ്ജിന് പോയി വന്ന്, വല്യപ്പൻ ഹജ്ജിന് പോയി വന്ന്. ആരും പൈസയില്ല, വരുമാനമല്ല, നഷ്ടമല്ല. നാട്ടിലെ ഏറ്റവും വലിയ മൗലിദ് വല്യപ്പ നടത്തും. എന്തുകൊണ്ട്? ഒരു തേങ്ങട്ടാൽ അവിടെ എടുത്തു വെക്കും, നല്ല തേങ്ങ, വലിയ തേങ്ങ പാത്ത് വെക്കും. അതാർക്കാ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കണ്ടം, ഈ 2 പാടുണ്ടാകുമ്പോൾ അതിൽ പിന്നെ എന്താ പറയാ, കയമ്മ എന്ന് പറയും. ഒരു കയമാറ നെല്ലുണ്ടായിരുന്നു പണ്ട്, മനസ്സിലായി നിങ്ങൾക്ക്? നല്ല നല്ല വാസന ഉണ്ടാകുന്ന അതൊരു മൂലക്കെ, ഒരു കണ്ടത്തിന്റെ മൂലക്കെ
ലേശം ചേറ് വെച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നറിയോ, ഈ നെല്ലുണ്ടാക്കും. എന്തിന്? അത് റസൂലുള്ളാഹിന്റെ മൗലൂദിന് വെയിച്ചോറാക്കാൻ. വല്ലിപ്പാന്റെ പാടത്ത് ആകെ 2 കണ്ടാണുള്ളത്. ആ 2 കണ്ടത്തിൽ തന്നെ ഒരു കണ്ടത്തിന്റെ ഒരു മൂലക്ക് റസൂലുള്ളാഹിക്കുള്ള നെല്ല. അത് ആരുടുക്കാൻ സമ്മതിക്കൂല, അതിന് കൊറിക്കാൻ പറ്റൂല. അത് കൊറിച്ചാൽ റസൂലുള്ളാഹിന്റെ കുരുത്തക്കൾ പറ്റുമെന്ന് പറയും. അങ്ങനെ അതൊരു കൊറിക്കൂല നെല്ല്, അത് റസൂലുള്ളാഹിന്റെ ആ മൂലൊക്കെ കൊണ്ടുപോയി കൂട്ടും. അത് സഫർ മാസത്തിൽ കുത്തി അരിയൊക്കെ ക്ലിയർ ആക്കി വെക്കും. റബീഉൽ മാസത്തിൽ അവൽ മാസത്തിൽ അതിന്റെ ചോറ് ഞാൻ എത്ര കൊല്ലാന്റെ വല്ലിപ്പ മരിക്കണത് വരെ. അയൽവാസി വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തന്നപ്പോൾ ഇജ്ജ് പറയേണ്ട കുട്ടിയമോ എന്ന് അങ്ങോട്ട് പറഞ്ഞു. ഉറക്കയില്ല, ഇജ്ജ് പറഞ്ഞ എൻ്റെ കുട്ടിയമോ ഫാത്തിഹ സൂറത്തിന് അതിനറിയില്ല. ഈ പറഞ്ഞ വല്ലിപ്പാക്ക് ഇന്ന് മേപ്പെട്ടും കീപ്പെട്ടും ആരണല്ല ഞമ്മക്ക് ചേകനൂരാകാന്നല്ലാതെ അതിനപ്പുറം നടക്കൂല. മനസ്സിലായില്ല? നമുക്ക് മേപ്പെട്ടും മായനറിയും, പറയും മേപ്പെട്ടും കീപ്പെട്ടും മായനറിയും. വല്ലിപ്പാക്കോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് മായന എൻ്റെ വല്ലിപ്പാക്ക് അറിയില്ല, ഹക്കാറ്റും അറിയില്ല. കാരണം പരമകാരുണികനൊന്നും പറയണമെങ്കിൽ മാത്രം അതിനുള്ള വിദ്യാഭ്യാസം ഇന്റെ വല്ലിപ്പാക്ക് പരമകാരുണികനും കരുണാനിധിയൊന്നും പറയാൻ അറിയില്ല. തമിഴ്നാട്ടിലെ കരുണാനിധിനെ പറ്റി വല്ലിപ്പാക്ക് തീരെ അറിയില്ല, ഒന്നും അറിയില്ല. നമുക്ക് മറ്റേ കരുണാനിധി എങ്കിലും അറിയില്ല. എന്റെ വല്ലിപ്പാക്ക് അതും അറിയില്ല, ഒന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല, ഒന്നും അറിയില്ല. ആ മനുഷ്യൻ കുട്ടിയമ്മാക്ക അടുത്ത വീട്ടിലെ കുട്ടിയമ്മ കെലിമ ഉള്ളി കൊടുത്തപ്പോൾ വേണ്ട നാങ്യം കാണിച്ച് കെലിമ ചൊല്ലി റാഹത്തായിട്ട് മരിച്ചു. റാഹത്തായി 90 വയസ്സ് വരെ കന്നൂട്ടി, 90 വയസ്സ് വരെ കന്നൂട്ടി. കന്നുപൂട്ടുക, വെയിലത്ത് കന്നുകൂട്ടും, വിതക്കും, പണിയൊക്കെ എടുക്കും, നല്ല ഭക്ഷണം കഴിക്കും. അങ്ങനെ തന്നെ സ്വലാത്തും ചൊല്ലി അങ്ങനെ ജീവിച്ചു, അങ്ങനെ മരിച്ചു. ഒന്നുമില്ല. സുബൈ നിസ്കരിച്ച് ഈ തന്നെ പാടത്ത് പോകും, പറമ്പ് എപ്പോഴും സ്വലാത്തുണ്ടാവും സദാ നേരം. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എന്നല്ലാത്തൊരു ചിന്തല്ല, അള്ളി റസൂൽ എന്നല്ലാത്തൊരു വിചാരമല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ 2 കാര്യത്തിലാണ് വിജയമുള്ളത്. ഒന്ന് ഫനാ, 2 ദുആ. അത് രണ്ടും നല്ല ബോധമുള്ള മനസ്സോടുകൂടി ചെയ്യണം. ദുആയിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. സ്വലാത്തിന് തിരക്ക് ഉണ്ടാവാത്തതിന്റെ ഒരു കാരണം ഖൽബ് അതിനോട് ബന്ധപ്പെടാത്തത് കൊണ്ടാണ്. ഖൽബ് അതിനോട് ബന്ധപ്പെടുകയാണ് എങ്കിൽ വലിയ വളർച്ച ഉണ്ടാവും, ഭയങ്കര നേട്ടമുണ്ടാവും. കടങ്ങൾ വീടും, പ്രയാസങ്ങൾ ഒഴിവാവും. ഒക്കെ കടം വീടാനൊക്കെ ഉണ്ട്. 1,24,000 ഇന്നാലിന്ന സ്വലാത്ത് ചൊല്ലിയാൽ തീരുമ്പോഴത്തിന് കടം വീടും എന്ന് ചില ആൾ എന്ന് പറയും. അതും ഉണ്ട്. ഇത് ചില ആളുകൾക്ക് കൊടുക്കും, പക്ഷേ ചെല്ലിയത് ഇതുപോലെ കടന്നു വിടില്ല. എന്തുകൊണ്ട്? ഈ 1,24,000 അയതം ഒപ്പിച്ചു എന്നല്ലാതെ ഒരൊറ്റ സ്വലാത്തിൽ പോലും എൻ്റെ റസൂലുള്ളാഹിക്ക് ഗുണമുണ്ടാകട്ടെ എന്നാണ് എൻ്റെ ഈ ദുആ എന്ന് ഒരിക്കൽ പോലും ചിന്തിക്കൂല. എന്നാൽ എന്തൊപ്പിക്കും? അതത് 1,24,000 ഒപ്പിക്കും. അതിന് ഫലം ഉണ്ടാവില്ലേ? അതിന് ഫലം ഉണ്ടായേക്കാം, പക്ഷെ പൂർണ്ണമായ ഫലം ഉണ്ടാവണമെങ്കിൽ റസൂലുള്ളാഹിലൂടെ സഞ്ചരിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറക്കേണ്ടല്ലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുൻഗാമികളായ സ്വാലിഹീങ്ങൾ പോയ വഴി, ഹക്കായ മാർഗം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. എല്ലാ മാഞ്ഞാളങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ അവസാനിപ്പിക്കും. അത് UDF ആണെങ്കിലും, അത് LDF ആണെങ്കിലും, അത് BJP ആണെങ്കിലും, അതൊക്കെ ദുനിയാവിൻ്റെ മാഞ്ഞാളങ്ങളികൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിനൊന്നും ജീവനില്ല. പരലോകത്ത് രക്ഷപ്പെടെങ്കിൽ അള്ളാഹും റസൂലും വേണം. അത് അള്ളാഹുവിലേക്കുള്ള വാതിൽ മുത്ത് മുഹമ്മദ് മുസ്തഫയാണ്. മുഹമ്മദ് മുസ്തഫാനെ സനാ ചെയ്യാത്ത ഒരാൾക്ക് അള്ളാഹുവിനെ സനാ ചെയ്തിട്ടും കാര്യമില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും നമ്മളെ അള്ളാഹു താനെ ചേർത്ത് തരട്ടെ. ഈ പരിപാടിയെ ഭംഗിയാക്കിയ എല്ലാവർക്കും, ഇതുവരെ ക്ഷമിച്ചിരുന്ന എല്ലാവർക്കും ഇന്ന് നന്ദി അറിയിച്ചുകൊണ്ടും, ബഹുമാനപ്പെട്ട അസീസ് ദാരിമി വളരെ ഭംഗിയായിട്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടു പോകുന്നത്. അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന് ശരീരത്തിന് അള്ളാഹു പൂർണ്ണ സൗഖ്യം കൊടുക്കട്ടെ. ഈ പരിപാടിയെ ഭംഗിയാക്കി വന്ന ബഹുമാനപ്പെട്ട ഫസൽ പൂക്കോയത്തങ്ങൾ, അതേപോലെ തന്നെ മറ്റുള്ള ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട ഒരു മാനത്തങ്ങൾ, ഇവരൊക്കെ നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാദാത്തുക്കളുമാണ്. അവർക്കും അള്ളാഹു ഖൈറിനെയും ബറക്കത്തിനെയും റഹ്മത്തിനെയും റിഫാത്തിനെയും അള്ളാഹു തആല തുറന്നു കൊടുക്കുകയും അവരുടെ ആ തണൽ വൃക്ഷത്തിൻ്റെ ചോട്ടിൽ മലബാറിലെ മുസ്ലിം ഉമ്മത്തിന് സന്തോഷത്തോടെ ജീവിക്കാൻ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നമ്മളെ മക്കൾക്കും പേരമക്കൾക്കും തൗഫീഖ് നൽകട്ടെ. ഈ പാവപ്പെട്ടവന് വേണ്ടിയും മരിച്ചുപോയ എൻ്റെ ഉപ്പാക്ക് വേണ്ടിയും രോഗിയായ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് വാ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.